മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പലതരം കഥകളാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ജനുവരി 28-ന് സംഭവിച്ചത് വെറുമൊരു അപകടമല്ല, ആസൂത്രിത കൊലപാതകമാണെന്നൊക്കെയാണ് ഗൂഢാലോചന സിദ്ധാന്തക്കാരുടെ തിയറികൾ. അതിനവർ തെളിവായി ചൂണ്ടിക്കാട്ടുന്നത് വിക്കിപീഡിയയിലെ ഒരു മാറ്റമാണ്. ഒരു സ്ക്രീൻഷോട്ടും പ്രചരിക്കുന്നുണ്ട്. എന്താണ് വാസ്തവം? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാറിന്റെ മരണത്തിലേക്ക് നയിച്ച വിമാനാപകടത്തിന് 21 മണിക്കൂർ മുൻപേ വിക്കിപീഡിയ പേജിൽ അദ്ദേഹത്തിന്റെ മരണം അപ്ഡേറ്റ് ചെയ്തതായാണ് സമൂഹമാധ്യമങ്ങളിലെ പ്രചാരണം. തെളിവായി സ്ക്രീൻഷോട്ടുകളും കറങ്ങി നടക്കുന്നുണ്ട്. വലിയ ചർച്ചകളാണ് ഇതേ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് സഞ്ചരിക്കവെയായിരുന്നു രാജ്യത്തെ നടുക്കിയ അപകടമുണ്ടായത്. വിമാനാപകടത്തിൽ അജിത് പവാറും അദ്ദേഹത്തിന്റെ PAയും സുരക്ഷാ ഉദ്യോഗസ്ഥരും 2 വിമാന ജീവനക്കാരും കൊല്ലപ്പെട്ടിരുന്നു. രാവിലെ 8 മണിയോടെ മുംബൈയിൽ നിന്ന് പുറപ്പെട്ട വിമാനം 8:45-ഓടെയാണ് ബാരാമതിയിലെത്തിയത്. എന്നാൽ ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ വിമാനം കത്തിയമർന്നു. ഗുരുതരമായി പരിക്കേറ്റ എല്ലാവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടയിലാണ് പുതിയ ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമായി ചിലർ അവതരിച്ചത്. എന്നാൽ ഈ പ്രചാരണങ്ങൾ വ്യാജമാണെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ ഫാക്ട് ചെക്കിംഗ് വിഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടോ? അതിനവർ 3 തരം സാധ്യതകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വിക്കിപീഡിയ എന്നത് ഒരു ഓൺലൈൻ ഡേറ്റ ലൈബ്രറിയാണ്. രജിസ്റ്റർ ചെയ്ത ഏതൊരു ഉപയോക്താവിനും അതിൽ എഡിറ്റ് ചെയ്യാനും സാധിക്കും. സാധാരണയായി വിക്കിപീഡിയ സെർവറുകൾ ഉപയോഗിക്കുന്നത് UTC അഥവാ കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം സമയമേഖലയാണ്. ഇന്ത്യൻ സമയം, അതായത് IST-യേക്കാൾ 5.5 മണിക്കൂർ പിന്നിലാണ് UST. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു സംഭവം നടന്ന ശേഷം വിക്കിപീഡിയയിൽ വിവരങ്ങൾ പുതുക്കുമ്പോൾ അതിന്റെ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര സമയമായിരിക്കും. അതായത് വിക്കിപീഡിയയിൽ ഇന്ന് വൈകിട്ട് 5:30-ക്ക് ഒരാളൊരു കാര്യം അപ്ഡേറ്റ് ചെയ്താൽ അതിൽ കാണിക്കുന്ന സമയം UTC 12 PM ആയിരിക്കും. ഇത് കാണുമ്പോൾ ചിലപ്പോൾ സംഗതി ഉണ്ടാകുന്നതിന് മുൻപേ വിക്കിപീഡിയയിൽ അക്കാര്യം ഉണ്ടായിരുന്നു എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇതാദ്യമല്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അപകട വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യൻ സമയം ഏകദേശം രാവിലെ 9:30-ഓടെ അജിത് പവാറിന്റെ പേജ് അപ്ഡേറ്റ് ചെയ്തതായി വിക്കിപീഡിയ എഡിറ്റർമാരും ഡിജിറ്റൽ വിദഗ്ധരും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. രജിസ്റ്റർ ചെയ്ത ഏതൊരു ഉപയോക്താവിനും പേജുകൾ എഡിറ്റ് ചെയ്യാം എന്നതുകൊണ്ട് തന്നെ വലിയ വാർത്തകൾ പുറത്തു വരുമ്പോൾ, പ്രത്യേകിച്ച് പരിസ്ഥിതി ദുരന്തങ്ങൾ, രാഷ്ട്രീയ നേതാക്കളുടെ മരണങ്ങൾ എന്നിവ ഉണ്ടാകുമ്പോൾ മിനിറ്റുകൾക്കകം വിക്കിപീഡിയ പേജുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഇത് ശരിക്കും മുൻകൂട്ടി പ്രവചിക്കുന്നതല്ല, മറിച്ച് തത്സമയ പ്രതികരണമാണ്. മറ്റൊരു സാധ്യതയായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ബ്രൗസറുകളിലെ ഇൻസ്പെക്ട് എലമെന്റ് എന്ന സംവിധാനമാണ്. ഇതുപയോഗിച്ച് ഏതൊരു വെബ്സൈറ്റിലെയും അക്കങ്ങളും അക്ഷരങ്ങളും താൽക്കാലികമായി മാറ്റാൻ സാധിക്കും. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത സ്ക്രീൻഷോട്ട് ആകാം നിലവിൽ പ്രചരിക്കുന്നത് എന്നും സംശയിക്കുന്നവരുണ്ട്. അതേസമയം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അജിത് പവാറിന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുമുണ്ട്. എന്നാൽ മരണത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നാണ് അജിത് പവാറിന്റെ അച്ഛന്റെ സഹോദരനും മുതിർന്ന NCP നേതാവുമായ ശരത് പവാർ പ്രതികരിച്ചത്.